ഹായ് കൂട്ടുകാരെ, എന്റെ വിശേഷങ്ങളുമായി ഞാൻ ഇതാ എത്തി. നമ്മൾ ഇന്ന് സംസാരിക്കാന്ന് പറഞ്ഞത് വളർച്ചക്കാലത്തെക്കുറിച്ചാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം കൂടിയുണ്ട്. അതായത് എന്റെ കൂട്ടിലെ അംഗങ്ങളെക്കുറിച്ചും അവരുടെ വളർച്ചയെക്കുറിച്ചും വളർച്ച സമയത്ത് നൽകുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചും ഞാൻ വിശദമായി പറയാം. എന്റെ കൂട്ടിൽ 3 ഇനം തേനീച്ചകളാണുള്ളത്. ഒന്ന് വർക്കർ പീസ്, അതായത് പെൺ തേനീച്ച, 2 മടിയൻ തേനീച്ച, പിന്നെ ഒരു റാണി ഈച്ചയും. റാണി ഈച്ചയ്ക്കും പെൺ തേനീച്ചകൾക്കുമാണ് മുട്ടയിടാനുള്ള കഴിവുള്ളത്. പക്ഷേ റാണി ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ പെൺ തേനീച്ചകൾ മുട്ടയിടൂ. എന്നാൽ പെൺ തേനീച്ചകൾ ഇടുന്ന മുട്ടയിൽ നിന്ന് വിരിയുന്നത് മടിയനീച്ചകളായിരിക്കും. റാണിക്ക് 2 തരം മുട്ടകൾ ഇടാനുള്ള കഴിവുണ്ട്. ഒന്ന് വർക്കർ പീസിന്റെ മുട്ടയും പിന്നൊന്ന് മടിയന്റെയും. റാണി ഇടുന്ന മുട്ടയും വർക്കർ പീസ് ഇടുന്ന മുട്ടയും തമ്മിൽ തിരിച്ചറിയാൻ 2 വഴികളുണ്ട്. റാണി ഇടുന്ന മുട്ടകൾ അടയിലുള്ള അറകളിൽ ഒരു അറയിൽ ഒരു മുട്ട മാത്രമേ കാണൂ. അതുപോലെ തന്നെ അടയിലെ അറകളിൽ നോക്കിയാൽ നമുക്ക് കാണാം, മുകളിൽ നിന്ന് താഴോട്ട് 1 1 1 എന്ന രീതിയിൽ ഒരേ പാറ്റേണിലായിരിക്കും മുട്ടകൾ ഇടുക. വർക്കർ പീസ് ഇടുന്ന മുട്ടകൾക്ക് യാതൊരുവിധ പാറ്റേണും ഉണ്ടാവില്ല. അവർ വലത്തോട്ടും ഇടത്തോട്ടും താഴോട്ടും മുട്ടകളിടും. അതുപോലെ തന്നെ അടയിലെ അറകളിൽ 1 ൽ കൂടുതൽ മുട്ടകളും കാണും. വർക്കർ പീസ് ഇടുന്ന മുട്ടയും റാണി ഇടുന്ന മുട്ടയും തമ്മിലുള്ള ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു കൂട് തുറന്ന് അതിലെ 1 2 അടകൾ എടുത്തു നോക്കിയാൽ അത് റാണിയുള്ള കൂടാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. റാണി ഇടുന്ന മുട്ടകളെ കർഷകരുടെ ഇടയിൽ നൂൽമുട്ട എന്നാണ് അറിയപ്പെടുന്നത്. വെള്ള നൂല് പോലെയാണ് മുട്ടകൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നൂൽമുട്ട എന്ന് പറയുന്നത്. റാണി 2 തരം മുട്ടകളിടുന്നു ഞാൻ പറഞ്ഞുവല്ലോ. ഒന്ന് വർക്കർ പീസിന്റെ മുട്ടയും മറ്റൊന്നും മടിയന്റെ മുട്ടയും. റാണി ഇടുന്ന വർക്കർ പീസിന്റെ മുട്ടയിൽ നിന്നും നിങ്ങൾക്ക് 2 തരം ഈച്ചകളെ വിരിയിക്കാൻ സാധിക്കും. റാണി ഇടുന്ന മുട്ടകൾ 3 ദിവസം കൊണ്ട് വിരിഞ്ഞു പുഴുവാവുകയും ആ പുഴുവിന് ആദ്യത്തെ 3 ദിവസം റോയൽ ജെല്ലി നൽകുകയും അതിനുശേഷം പൂമ്പൊടിയും തേനും കൊണ്ടുണ്ടാക്കുന്ന ബീ ബ്രെഡ് നൽകി പുഴുവിന്റെ വളർച്ചാഘട്ടം പൂർത്തിയാകുകയും 21 ദിവസം കഴിയുമ്പോൾ വിരിയുകയും ചെയ്യുന്നു. ഇങ്ങനെ വിരിയുന്ന ഈച്ചകളാണ് വർക്കർ പീസുകൾ. എന്നാൽ ചില അപകടഘട്ടങ്ങളിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും റാണി നഷ്ടപ്പെട്ടുപോയാൽ നൂൽമുട്ടയിൽ നിന്നും വിരിഞ്ഞു വരുന്ന പുഴുവിന് വലിയ കപ്പുകൾ കെട്ടി അതിനകത്താക്കി റോയൽ ജെല്ലി മാത്രം നൽകി ആ പുഴുവിന്റെ വളർച്ചഘട്ടം പൂർത്തിയാക്കുകയും 9 മുതൽ 14 ദിവസം കൊണ്ട് പുതിയ റാണിയെ വിരിയിച്ചെടുക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? അതായത് റാണിയിട്ട വർക്കർ പീസിന്റെ നൂൽമുട്ടയിൽ നിന്നും വിരിഞ്ഞ പുഴുവിന് ശകലം റോയൽ ജെല്ലിയും ബാക്കി ബീ ബ്രെഡും നൽകിയാൽ അത് വർക്കർ പീസായി വിരിയുകയും, അല്ലാതെ റോയൽ ജെല്ലി മാത്രം നൽകി വളർച്ചാഘട്ടം പൂർത്തിയാക്കി വിരിഞ്ഞാൽ അത് റാണിയാവുകയും ചെയ്യും. ഈ റോയൽ ജെല്ലി നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? ഇതാണ് ഞങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണം. യുവതികളായ വേലകാരി ഈച്ചകളുടെ തലയിലുള്ള ഗ്രന്ഥികളിൽ നിന്നാണ് ഈ പാൽ നിറത്തിലുള്ള കുഴമ്പ് പോലെയുള്ള ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ റോയൽ ജെല്ലി മനുഷ്യർ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനിയും റാണിയുടെ വിശേഷം ഒരുപാടുണ്ട്. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായി പറഞ്ഞുതരാം. കൂട്ടുകാരെ, ഞാനിപ്പോ പോകുന്നു. എന്റെ വീഡിയോകളെല്ലാം കണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.